ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാനായിട്ട് പോകുന്നത് എൻ്റെ ഗെയിമിംഗ് പി സി സെറ്റപ്പാണ്. ഗെയിമിംഗ് പി സി എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ ഉപയോഗവും ഇതിലാണ് നടത്തുന്നത്. ഈവൻ എൻ്റെ കയ്യിൽ ഫോണില്ലാത്ത സമയത്ത് ഞാൻ ഈ ഒരു പി സി എൻ്റെ ഫോണായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ ഈ പി സി വഴിയാണ് നടക്കുന്നത്. എൻ്റെ പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം പഴയതാണേലും ജാമ്പുവാൻ്റെ കാലത്തുള്ളതാണേലും നല്ല ഒരു പെർഫോമൻസ് എനിക്ക് തരുന്നുണ്ട്. അത്യാവശ്യം ഒരു മീഡിയം ലെവലിൽ എനിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസൊക്കെ വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ടാറ്റ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂട്യൂബേഴ്സും പറയും, ചിലരൊക്കെ ചെയ്യും ചിലരൊക്കെ ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാനും പറയാൻ പോവാ, ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ബെല്ലിൽ ഞെക്കിയേക്ക്. പിന്നെ ബെല്ല് എനേബിൾ ചെയ്യുന്ന സമയത്ത് ബെല്ല് ഓളി ഇടണം. ഓളി ഇട്ടിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു കാര്യം ചെയ്യും, ഓളി ഇടാതെ പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല. ഓളി ഇട്ടല്ലേ എൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ബെല്ല് ഓളി ഇട്ടേക്ക്, സബ്സ്ക്രൈബും ചെയ്തേക്ക്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ പി സി. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് എൻ്റെ പി സിയുടെ മോണിറ്റർ. ഇതാണ് മെയിൻ പാർട്ടെന്ന് വേണമെങ്കിൽ പി സിയുടെ എൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ട് മോണിറ്റർ തന്നെയാണ്. വലിയൊരു സി പി ഒ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് സി പി ഒ ഒന്നും അല്ല. ഏറ്റവും പഴയ മോഡലായിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സ്പീക്കർ ഇൻഡെക്സിൻ്റെ ഒരു ലോ ബഡ്ജറ്റിലുള്ള ഒരു സ്പീക്കറാണ്. പിന്നെ മൗസ് ലോജിടെക്കിൻ്റെ ഒരു കുറഞ്ഞൊരു 150 രൂപയുടെ ഒരു മൗസാണിത്. പിന്നെ ഇതാണ് എൻ്റെ സി പി യു. ഈ ഒരു സി പി യു ആണ്. ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. വലിയ ലൈറ്റൊന്നും ഇല്ല. ആ പവർ ബട്ടൺ മാത്രം ബ്ലൂ കളറ്, പിന്നെ റീസ്റ്റാർട്ട് ബട്ടൺ റെഡ് കളറേയും മിന്നി കത്തും. പിന്നെ സി ഡി ഡ്രൈവ് ഉണ്ട്, അത് പച്ച കത്തും. ഇത്രയേ ഉള്ളൂ അതിനകത്ത് ലൈറ്റ് സെറ്റപ്പ്, അല്ലാണ്ട് വേറൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തുള്ള സംഭവം കാര്യങ്ങളൊക്കെ പറയാം. ഈ ഒരു പി സിയുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പി സി 4 GB റാമിൻ്റെ ഒരു പി സി ആണ്. അതുപോലെ തന്നെ 2 GB ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്. ഗ്രാഫിക്സ് കാർഡിൻ്റെ പെട്ടി വേണമെങ്കിൽ കാണിച്ചു തരാം. അതിൻ്റെ പുറത്താണ് ലൈറ്റ് വെച്ചേക്കുന്നത്. ഇതാണ് എൻ്റെ ഗ്രാഫിക്സ് കാർഡ്. ഇത് GT സിസ്റ്റം എന്ന ഒരു മോഡലാണ്. അസിയോസിൻ്റെ ഫാനൊന്നും ഇല്ലാത്തൊരു മോഡലാണ്. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബാക്കി പറയാം. 4 GB റാമുണ്ട്, 2 GB ഗ്രാഫിക്സ് കാർഡുണ്ട്. പിന്നെ ഇൻ്റൽ പെൻറ്റിയമാണ്, ഡുവൽ കോർ ഇല്ല, ഇൻ്റൽ പെൻറ്റിയമാണ്. G2020 എന്ന മോഡലാണ്. അതുപോലെ തന്നെ 2.90 GHz ആണ് ഈ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ 1 TBയുടെ ഹാർഡ് ഡിസ്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. HDD 1 TB ആയിരുന്നു. പിന്നെ ഒരു 350 GBയുടെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കൂടി ഉണ്ടായിരുന്നു. അതിപ്പോൾ അടിച്ചുപോയി. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പം അത് ഇതാണ് സംഭവം. 350 GBയുടെ ഒരു ചെറിയൊരു ഹാർഡ് ഡിസ്ക് ആയിരുന്നു. പക്ഷെ ഇത് ചിലപ്പോഴുള്ള സംഭവം 320 GB. ഓക്കെ, 320 GBയുടെ ആയിരുന്നു. അപ്പോൾ അത് പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ 500 GBയുടെ പഴയ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതും അടിച്ചു പോയി ഗൈസ്, അതും അടിച്ചു പോയി. അത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എൻ്റെ ടേബിളിൻ്റെ വണ്ടേ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇത് കണ്ടോ, മൊത്തത്തിൽ പോയി. ഇത് 500 GBയുടെ ഒരു സംഭവമായിരുന്നു. ഇതും അടിച്ചു പോയി. എന്നാണ്ട് ക്ലിയറായി കിട്ടുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ 500 GBയുടെ ഒരു പക്ക സാധനമായിരുന്നു. പക്ഷേ സീഗേറ്റിൻ്റെ പക്ക ആയിട്ടുള്ള സാധനമായിരുന്നു. പക്ഷെ ഇത് പോയി. പോട്ടെ, നമുക്ക് പോയതൊന്നും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇനി വരുന്നത് നമുക്ക് പിടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ പി സി സെറ്റപ്പ്. പിന്നെ മോണിറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മോണിറ്റർ അത്യാവശ്യം പഴയ ഒരു മോണിറ്ററാണ്. ഡെല്ലിൻ്റെ LCD മോണിറ്ററാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ പി സി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊന്നുമില്ല. എനിക്കിതിൽ കളിക്കാൻ പറ്റുന്ന ഗെയിംസ് ഞാൻ പറയാം. എനിക്കിതിൽ കളിക്കാൻ പറ്റുന്ന ഗെയിംസാണ് ഞാൻ ഇവിടെ ഫ്രണ്ടിലെടുത്തിട്ടിരിക്കുന്നത്. നിയർലി ഞാൻ യൂറോ ട്രക്ക് 2 കളിക്കുമായിരുന്നു. പിന്നെ അമേസിംഗ് സ്പൈഡർമാൻ 2 കളിക്കുമായിരുന്നു. പക്ഷേ ഇത് ഞാനിപ്പോൾ തൽക്കാലം കളിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കിത് കളിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഹെഡ് ടേക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ അസാസിൻസ് ക്രീഡ് 4 ബ്ലാക്ക് ഫ്ലാഗ് ഉണ്ട്. പിന്നെ വാച്ച് ഡോഗ്സ് ഉണ്ട്. അത് ഞാൻ കംപ്ലീറ്റ് ആക്കി ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ കളിക്കാറൊന്നുമില്ല. ടോപ്പ് റൈഡ് 2013 ആണുള്ളത്. പിന്നെ NFS 2012 ഉണ്ട്. പിന്നെ GTA 5 ഉണ്ട്. ഇത് ഞാൻ കളിക്കും. ഇത് ഓൺലൈൻ വെർഷനാണ്. പിന്നെ വാച്ച് ഡോഗ് 2 ഉണ്ട്. ഇത് ഞാൻ കളിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കിത് കളിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഞാൻ
എൻ്റെ പിൻ്റെ എന്ന് പറഞ്ഞ പ്രൊസസ്സറിനകത്ത് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിനകത്ത് ഒരു മാച്ചിങ് ഇല്ല. സംഭവം എൻ്റെ പി സിയിൽ സപ്പോർട്ടാകില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വേറെ കുറച്ച് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് പ്ലേ ചെയ്യുന്നത്. ഇപ്പം ഞാനിത് കളിക്കുന്നില്ല. അതുപോലെ എൻ്റെ അടുത്തുള്ള വേറെ ഗെയിമാണ് മാഡ് മാസ്. ഇതിൻ്റെ ഇപ്പോൾ ഏതൊരു ഫയല് മിസ്സിങ് ആണ് മാഡ് മാസ് എന്ന ഗെയിമിൻ്റെ. അപ്പോൾ അതിപ്പോൾ ഞാൻ ഞാൻ കളിക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ. പിന്നെ മാഫിയ 2 ഉണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി. മാഫിയ 2 എന്നൊരു ഗെയിമുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് പറയാം. VLC പ്ലെയർ. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന VLC പ്ലെയർ ആണ്. മറ്റുള്ളത് എല്ലാം കാര്യം നല്ലത് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഈ ഒരു VLC പ്ലെയർ തന്നെയാണ്. പിന്നെ ഗൂഗിൾ ക്രോമാണ് ഞാൻ ബ്രൗസിങ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ബ്രൗസറാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാൻഡിക്കേം എന്നൊരു സ്ക്രീൻ റെക്കോർഡ് യൂസ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ക്യാംടേഷ്യ ഉപയോഗിച്ച് ക്യാംടേഷ്യ സ്റ്റുഡിയോ 9 ആണ്. ഇത് ഉപയോഗിച്ച് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിലാണ്. പിന്നെ ഇതിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ വാട്സപ്പ് ഉണ്ട്, വാട്സപ്പ് വെബാണിത്. പിന്നെ ഹാൻഡ് ബ്രേക്ക് എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ വീഡിയോ കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ ഫാമിസിലേറ്റർ ഉണ്ട്. പിന്നെ ഷെയർ ഇറ്റ് യൂസ് ചെയ്തിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് മൊബൈൽ വഴി കമ്പ്യൂട്ടറിലേക്ക് കയറ്റുന്നത്. പിന്നെ ഇൻ്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ IDM. ഈ IDMനെ പറ്റി പലർക്കും അറിയത്തില്ല. പലർക്കും IDMനെ പറ്റി വലിയൊരു അറിവില്ലെന്ന് തോന്നുന്നു. കാരണം ഞാൻ GTA 5 ഡൗൺലോഡ് ചെയ്യുന്നൊരു വീഡിയോ മുൻപ് ഇട്ടിരുന്നു. ആ വീഡിയോയിലൊക്കെ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ IDM എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ IDM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിലുള്ള ഏതൊരു സംഭവം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏതൊരു സംഭവവും നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ബെറ്റർ ആയിട്ടുള്ള, അതായത് ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇൻ്റർനെറ്റ് ഡൗൺലോഡ് മാനേജറാണ്. വേൾഡിലെ നമ്പർ 1 ലിസ്റ്റിലുള്ള ഒരു ഇൻ്റർനെറ്റ് ഡൗൺലോഡ് മാനേജറാണ് IDM. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ടാണ് തംബ്നെയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫോട്ടോഷോപ്പ് CC ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫോട്ടോഷോപ്പ് CS6 ഉണ്ട്. അപ്പോൾ അത് രണ്ട് ഇത് ഞാൻ ഇത് ഞാൻ ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ തംബ്നെയിലിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. രണ്ട് സെയിം ആണ്, പക്ഷേ ഇത് അതിന് വേണ്ടിയുള്ള പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ റിക്വയർ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് വെച്ച് നമുക്ക് ഡിലീറ്റ് ആയി പോയി എല്ലാം തിരിച്ചെടുക്കാനായിട്ട് പറ്റും. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഡേറ്റിനുള്ളിലുള്ളതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ മൈക്ക് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോണിലുള്ള മൈക്ക് PC കണക്ട് ചെയ്തിട്ട് ഗെയിം പ്ലേക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ടെലിഗ്രാം അറിയാലോ നിങ്ങൾക്ക്. പിന്നെ ബ്രൗസർ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ യൂടോറൻ്റ് ഉണ്ട്. യൂടോറൻ്റ് അറിയാലോ എന്തിനാണെന്ന്. പിന്നെ Open4 ഇതൊക്കെ വീഡിയോയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് എൻ്റെ ഉള്ളത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡെസ്ക്ടോപ്പിൽ ഇട്ടിട്ടുണ്ട്. ചില PC-യിലൊക്കെ ആണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഈ മൈ PC പിന്നെ നമ്മുടെ റീസൈക്കിൾ ബിന്ന് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ Windows 8 ആണ്. Windows 8 ഞാൻ മാറ്റിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ Windows 10 യൂസ് ചെയ്തിട്ടുണ്ടിരിക്കും. നേരത്തെ ഞാൻ Windows 10 ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 8ലേക്ക് മാറാനുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് 10ൽ നല്ല ഹൈ എൻഡ് ഗെയിംസ് കളിക്കുന്ന സമയത്ത് നല്ല ലാഗ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം 7ലേക്ക് മാറി. പിന്നെ 7 അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. അതിന് പകരമായിട്ട് 8ലോട്ട് മാറി. PC അപ്ഗ്രേഡ് ചെയ്തിട്ട് Windows 10 ഒക്കെ ആക്കി നല്ല രീതിയിൽ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. അപ്പോൾ സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടാകണം. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാലോ. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് കയറി കാണുക, ഫുള്ള് വരെ കാണുക, വീഡിയോ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ല് കൂടി എനേബിൾ ചെയ്യണം. ബെല്ല് എനേബിൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ബെല്ല് ഓൾ ഇടാൻ ശ്രദ്ധിക്കണം. ഞാൻ പലരോട് ചോദിച്ച കാര്യം ബ്രോ ഉപയോഗിക്കുന്നത് ഹൈ എൻഡ് PC ആണ്, അതുപോലെ തന്നെ വലിയൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞവർക്ക് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ PC. നിങ്ങൾക്കൊക്കെ ഇതിലും വലുതൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതുപോലും ഇല്ലാത്ത എത്ര പേരുണ്ടെന്നറിയാമോ? അപ്പം അത്രയും ഒത്തിരി പേര് ഇതുപോലും ഇല്ലാതുള്ളവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഞാൻ അവരെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം ഈ സംഭവം എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വലിയ ഗെയിമൊന്നും കളിക്കാൻ പറ്റത്തില്ല. ആ ഒരു സങ്കടമേ ഉള്ളൂ, ആ ഒരു വിഷമങ്ങൾ, അല്ലാതെ വലിയ ഒരു ഇതൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഈ ഒരു PC മതി. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം മറന്നുപോയി, എൻ്റെ വൈഫൈ അഡാപ്റ്റർ
വൈഫൈ അഡാപ്റ്റർ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോഡ്ബാൻഡ് കണക്ഷൻ, ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോഡ്ബാൻഡ് എന്ന് പറഞ്ഞാൽ TP ലിങ്കിൻ്റെ ഒരു മോഡലാണ്. ഇതാണ് സംഭവം. ഇത് TP ലിങ്കിൻ്റെ വയർലെസ് റൂട്ടറാണ്. വളരെ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല, എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ജിയോ ഒക്കെ ഇറങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ ഇവനെ ഉപയോഗിക്കാറേ ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, യൂട്യൂബേഴ്സ്, അതായത് ഞാൻ കണ്ടത് വെച്ചിട്ട് ഒരു യൂട്യൂബേഴ്സ് പോലും പരിചയപ്പെടുത്തി തരാത്തൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UPS ആണ്. പല യൂട്യൂബേഴ്സും അവരുടെ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ PC സെറ്റപ്പ് കാണിക്കാറുണ്ട്. പക്ഷേ അതിൽ അവരുടെ UPS കാണിക്കാറില്ല. എൻ്റെ UPS ഞാൻ കാണിച്ചത്. എൻ്റെ UPS ഞാൻ യൂസ് ചെയ്യുന്ന UPS ഇതാണ്. ഈ ഒരു UPS V-Guardൻ്റെ ആണ്. അപ്പോൾ V-Guard സ്ലെൻഡർ പ്ലസ് 600 എന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടോയെന്ന് വെച്ചാൽ ഇതിപ്പോൾ വർക്കിംഗ് അല്ല. മെയിൻലി ഇത് വർക്കിംഗ് അല്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ ചാർജ് നിൽക്കുന്നില്ല. ഇപ്പം അത് ചാർജ് എന്ന സംഭവം നിൽക്കത്തേ ഇല്ല. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗെയിമിംഗ് കീബോർഡ്. അത് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ഗൈസ്, ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഗെയിമിംഗ് കീബോർഡാണ്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഗെയിമിംഗ് കീബോർഡാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതൊക്കെയാണ് എൻ്റെ സെറ്റപ്പ്. വളരെ കുറഞ്ഞൊരു സെറ്റപ്പാണ്. ഈ ഒരു കീബോർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കിയുള്ള കീബോർഡിനെ പോലെ തന്നെ ഇതിനെല്ലാ കീസും ഉണ്ട്. ആ ഒരു സമാധാനം മാത്രമേ എനിക്കിതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഡൈബോളിൻ്റെ നല്ല കമ്പനി സാധനമാണ്. അല്പം പഴയതാണെന്നേ ഉള്ളൂ. അല്പം എന്ന് പറഞ്ഞാൽ ഇച്ചിരി വഴക്കം കൂടുതലാണ്. അപ്പോൾ ഇതാണ് സിസ്റ്റത്തിൻ്റെ കീബോർഡ്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. മൗസ്, കീബോർഡ് എല്ലാ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഗെയിമിംഗ് PC സെറ്റപ്പ്. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ ബെല്ല് ഓൾ ചെയ്യണം. ഓളിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഓളിയിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇനി നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ ഫ്രം ടെക് എക്സ്പ്രൻ. ടാറ്റാ.